സൈനികമോ ആക്രമണാത്മകമോ ആയ നീക്കങ്ങൾക്ക് മുതിർന്നാൽ അതിന് ശക്തവും നിർണായകവുമായ മറുപടി നൽകാൻ രാജ്യം പൂർണ്ണ സജ്ജമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്കേറ്റം കൂടുതൽ രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അമേരിക്കയ്ക്ക് നൽകിയ ശക്തമായ മുന്നറിയിപ്പാണിത്. ഓഗസ്റ്റ് 1 തുർക്കി വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാനും പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറുമായി നടത്തിയ പ്രത്യേക ടെലിഫോൺ സംഭാഷണങ്ങളാണ് അബ്ബാസ് അരാക്ചി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഈ ചർച്ചകളിൽ മേഖലയിൽ രൂപം കൊണ്ടിരിക്കുന്ന പുതിയ സുരക്ഷാ സാഹചര്യം, അമേരിക്കയുടെ സമീപകാല നടപടികൾ, അവയുടെ പ്രത്യാഘാതങ്ങൾ, ഭാവിയിൽ മേഖലയെ ബാധിക്കാവുന്ന സംഭവ വികാസങ്ങൾ എന്നിവ വിശദമായി വിലയിരുത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംഭാഷണത്തിനിടെ ഇറാന്റെ ദേശീയ പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും രാജ്യസുരക്ഷയും ഒരു സാഹചര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് അരാക്ചി ആവർത്തിച്ചു. രാജ്യത്തിന്റെ അതിർത്തികളെയും ദേശീയ താൽപര്യങ്ങളെയും സംരക്ഷിക്കുക എന്നത് ഇറാന്റെ പ്രഥമ ഉത്തരവാദിത്തമാണെന്നും വിദേശ ശക്തികളിൽ നിന്നുണ്ടാകുന്ന ഏത് തരത്തിലുള്ള ആക്രമണത്തിനും അതേ ശക്തിയിൽ തിരിച്ചടി നൽകാൻ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ നടപടികൾ പശ്ചിമേഷ്യയിൽ അസ്ഥിരത വർദ്ധിപ്പിക്കുകയാണെന്ന ഇറാന്റെ ആരോപണം മേഖലയിൽ സംഘർഷം കുറയ്ക്കുന്നതിന് പകരം സൈനിക സമ്മർദ്ദവും രാഷ്ട്രീയ സമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്ന സമീപനമാണ് അമേരിക്ക സ്വീകരിക്കുന്നതെന്ന് ഇറാൻ വിലയിരുത്തുന്നു. അതിനാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏതൊരു തെറ്റായ കണക്കുകൂട്ടലും വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്ന് അരാക്ചി മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഇറാന്റെ ഉന്നത സൈനിക നേതൃത്വവും കൂടുതൽ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്ന പ്രാദേശിക രാജ്യങ്ങൾ സംഘർഷത്തിൽ നേരിട്ടോ പരോക്ഷമായോ പങ്കാളികളാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഇറാനിയൻ സൈനിക കമാൻഡർമാർ മുന്നറിയിപ്പ് നൽകിയത്. ഈ പ്രസ്താവന പശ്ചിമേഷ്യയിലെ സുരക്ഷാ അന്തരീക്ഷം കൂടുതൽ ആശങ്കാജനകമാക്കിയിരിക്കുകയാണ്. അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന്റെ സമീപകാല നടപടികളെയും ഇറാൻ ശക്തമായി വിമർശിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഏകപക്ഷീയ വെടിനിർത്തലിന് ശേഷവും അമേരിക്ക ഇറാന്റെ അവകാശവാദ പ്രകാരം നിരവധി നിയമലംഘനങ്ങൾ നടത്തിയെന്നാണ് ഇറാന്റെ ആരോപണം. ഈ ആരോപണങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇറാൻ അതിനെ ഗുരുതര പ്രകോപനമായി വിശേഷിപ്പിക്കുകയാണ്. ജൂൺ മാസത്തിൽ പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ധാരണയിലെത്തിയതായി ഇറാൻ പറയുന്നു. എല്ലാ മുന്നണികളിലുമുള്ള ആക്രമണാത്മക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നതായിരുന്നു ആ ധാരണയുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ അതിനുശേഷവും അമേരിക്ക തന്റെ ബാധ്യതകൾ പാലിച്ചില്ലെന്നും വിവിധ മേഖലകളിൽ ലംഘനങ്ങൾ തുടരുകയാണെന്നുമാണ് ഇറാന്റെ ആരോപണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് ഹോർമൂസ് കടലിടുക്കിലെ സാഹചര്യമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അതീവ നിർണായകമാണ്. ലോക എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു വിഹിതം ഈ കടലിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ സംഘർഷം പോലും അന്താരാഷ്ട്ര എണ്ണ വിലയിലും ആഗോള വ്യാപാരത്തിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.